നമ്മളിന്ന് 2, 3 സ്റ്റോക്കുകളെ കുറിച്ചാണ് നോക്കുന്നത്. അതിനു മുമ്പ് ഈ ഒരാഴ്ചത്തെ നിഫ്റ്റിയുടെ ലെവൽ എങ്ങനെയായിരുന്നു നോക്കാം. നിഫ്റ്റി ഇന്നലെ 26-ാം തീയതി ജൂലൈയിൽ ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. പുതിയൊരു ഫ്രഷ് റെക്കോർഡ് തന്നെ നിഫ്റ്റി കുറിച്ചിരിക്കുകയാണ്. ബഡ്ജറ്റിന് ശേഷം തുടർച്ചയായിട്ട് നെഗറ്റീവിലോട്ട് പോയിരുന്ന നിഫ്റ്റി ഇന്നലെ ഒരു തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നതാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. ഇന്നലെ ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനോട് തുടങ്ങിയ ശേഷം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ നിഫ്റ്റി അപ്പ് മൂവ്മെന്റ് നടത്തുകയാണ് ചെയ്തത്. അങ്ങനെ ഏറ്റവും അവസാനം 24,861.15 എന്നുള്ള 52 വീക്ക് ഹൈയും അല്ലെങ്കിൽ ഓൾ ടൈം ഹൈ തന്നെ കുറിച്ചിരിക്കുകയാണ് നിഫ്റ്റി. അപ്പോൾ ഐ ടി സെക്ടറിലുള്ള സ്റ്റോക്കുകളൊക്കെ ഇന്നലെ നല്ലൊരു മൂവ്മെന്റ് ആണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം കമ്പനികളുടെ ആദ്യത്തെ ക്വാർട്ടർ റിസൾട്ട് വരുന്ന ഒരു സമയം തന്നെയാണ്. അപ്പോൾ അതൊക്കെ നല്ലപോലെ നിഫ്റ്റിയെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബഡ്ജറ്റിന്റെ ആ ഒരു ഷോക്ക് മാറിയെന്ന് വേണമെങ്കിൽ നമുക്ക് നോക്കാം. ഈ ഒരു സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയ കുറച്ച് സ്റ്റോക്കുകളാണ് പറയുന്നത്. കാസ്ട്രോൾ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോക്ക് നമ്മൾ 2-3 മാസമായിട്ട് തന്നെ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു സ്റ്റോക്കാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിന്റെ ഇന്നലത്തെ ഒരു വൺ ഡേ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഓൾ ടൈം ഹൈ അല്ലെങ്കിൽ 52 വീക്ക് ഹൈ ആയി 278.85 ഇന്നലെ രാവിലെ തന്നെ ഹിറ്റ് ചെയ്യുകയും അവിടുന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തി താഴോട്ട് ഒരു 2% താന്ന് 5 രൂപ താന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് മിനിഞ്ഞാന്ന് അതായത് 25-ാം തീയതി 24-ാം തീയതി ഒക്കെ നല്ലൊരു റിട്ടേൺ ആണ് ഈ ഒരു സ്റ്റോക്ക് നൽകിക്കൊണ്ടിരുന്നത്. ആ ഒരു തുടർച്ചയായിട്ടുള്ള ആ ലാഭത്തിൽ നിന്ന് ഒരു ഹൈ ബ്രേക്ക് ചെയ്തപ്പം അവിടുന്നുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഇപ്പം നടന്നിരിക്കുന്നത് വേണമെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരാഴ്ച കൊണ്ട് തന്നെ ഒരു 9% റിട്ടേൺ, അതായത് 20.86 21 രൂപയോളം ഈ ഒരു റിട്ടേൺ നൽകിയിരിക്കുന്ന ഒരു സ്റ്റോക്കാണ് കാസ്ട്രോൾ ഇന്ത്യ. കാസ്ട്രോൾ ഇന്ത്യ ഒരു എഞ്ചിൻ ഓയിൽ അല്ലെങ്കിൽ ഓയിൽ ലൂബ്രിക്കന്റിന്റെ മാനുഫാക്ചറിങ്, അതായത് കെമിക്കൽ സെക്ടറിൽ പെടുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. അപ്പോൾ സ്റ്റോക്ക് 24-ാം തീയതി നോക്കി 24-ാം തീയതി 250 ഓപ്പൺ ചെയ്തിട്ട് നേരെ 270 രൂപ ടച്ച് ചെയ്ത് 20 രൂപയോളം ടച്ച് ചെയ്ത് ഒരു സ്റ്റോക്കാണ് 24-ാം തീയതി. അത് കഴിഞ്ഞ് അവിടുന്ന് ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് നടന്ന് വീണ്ടും പിറ്റേ ദിവസം അപ്പ് മൂവ്മെന്റ് നടക്കുകയാണ്. അന്ന് തന്നെ വൈകിട്ട് 273 ഹിറ്റ് ചെയ്യുകയും പിറ്റേ ദിവസം ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തി വീണ്ടും 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 കയറുകയാണ് ചെയ്തത്. എന്നാൽ ഇന്നലെ എന്ന് പറയുമ്പോൾ അതിന്റെ ഓപ്പണിംഗ് തന്നെ നോക്കാം നമുക്ക്. പ്രീവിയസ് ക്ലോസിംഗ് നടന്നിരുന്നത് 270-ലായിരുന്നു. 272.50 ഓപ്പൺ ചെയ്ത് 278 വന്ന് ഒറ്റ ആദ്യത്തെ ഓപ്പണിംഗ് തന്നെ ഹിറ്റ് ചെയ്തിട്ട് അവിടുന്ന് വീണ്ടും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തി താഴോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് വാച്ച് ലിസ്റ്റ് നോക്കാം. ഇതിന്റെ 1 വീക്കും അല്ലെങ്കിൽ 1 വീക്ക് നോക്കിയാണ് നമ്മൾ പറഞ്ഞു 20 രൂപയോളം 21 രൂപയോളം 9% റിട്ടേൺ നൽകിയിരുന്നു. ഒരു മാസത്തെ റിട്ടേൺ നോക്കുകയാണെങ്കിൽ 29 അല്ലെങ്കിൽ 30% റിട്ടേൺ 61 രൂപയാണ് ഒരു മാസം കൊണ്ട് തന്നെ ഒരു കാസ്ട്രോൾ ഇന്ത്യ സ്റ്റോക്ക് നൽകിയത്. 1 ഇയർ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 81% 118 19 രൂപയോളം റിട്ടേൺ ആണ് ഒരു വർഷം കൊണ്ട് നൽകിയിരുന്നത്. എന്നാൽ 24-ാം തീയതി അല്ലെങ്കിൽ 25-ാം തീയതി കണക്ക് വെച്ചാൽ 100% റിട്ടേൺ നൽകിയിരിക്കുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ് കാസ്ട്രോൾ ഇന്ത്യ. അപ്പോൾ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസോട് നോക്കുകയാണെങ്കിൽ ഇതിന്റെ മാർക്കറ്റ് ക്യാപ്പും പരിപാടികളൊക്കെ നോക്കി നമ്മുടെ ഫിനാൻഷ്യൽ ഫണ്ടമെന്റൽസിലൊക്കെ അനാലിസിസ് നടത്തുകയാണെങ്കിൽ 24,797 കോടിയാണ് ഇതിന്റെ ഒരു മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. ഇൻഡസ്ട്രി PE 50 51%. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോക്കിന്റെ PE വരുന്നത് 28 ROE 40.73 ഒരു ROE നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണിത്. അപ്പോൾ ഇതിന്റെ ഫിനാൻഷ്യൽസിലോട്ട് നടക്കുകയാണെങ്കിൽ ഇതിന്റെ റവന്യൂ ഗ്രോത്തും മറ്റ് പ്രോഫിറ്റ് ഗ്രോത്തും ഒക്കെ നമുക്ക് നോക്കാം. റവന്യൂ ക്വാർട്ടർലി ഒരു ഇൻക്രീസ് ഉണ്ട്. ഇയർലി നോക്കുകയാണെങ്കിലും ഒരു ഗ്രോത്ത് ട്രെൻഡ് തന്നെയുണ്ട്. പ്രോഫിറ്റിലാണെങ്കിലും ഇയർലി ആണെങ്കിലും 864 815 864 ഉയർന്നിട്ടുണ്ട്. ക്വാർട്ടർലി നോക്കുകയാണെങ്കിലും ചെറിയൊരു നെഗറ്റീവ് കാണുന്നുണ്ട്. പക്ഷെ ഇയർലി നോക്കുകയാണെങ്കിൽ അതൊരു പോസിറ്റീവ് ട്രെൻഡ് തന്നെ നിലനിർത്തുന്നുണ്ട്. നെറ്റ് വർത്തുമുള്ള കമ്പനി തന്നെയാണ്. ഇതിന്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ആണെങ്കിൽ നമുക്ക് നോക്കുകയാണെങ്കിലും എല്ലാ പ്രാവശ്യം തന്നെ 51%-ഓളം പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് നല്ലപോലെ തന്നെ ഉള്ള ഒരു കമ്പനി തന്നെയാണ്. അതുപോലെ തന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും മ്യൂച്വൽ ഫണ്ടുകളൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ് കാസ്ട്രോൾ ഇന്ത്യ. ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും നിപ്പോണിന്റെയും സ്മോൾ ക്യാപ് ഫണ്ടുകളാണ് ഇതിൻ്റെ അത് കൂടുതലായിട്ടും ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരിക്കുന്നത്. പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് പെട്ടെന്നൊന്ന് ക്വിക്കായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓൾമോസ്റ്റ് ഡെപ്റ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഒരു നല്ലൊരു ROE നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു റെക്കോർഡുള്ള ഒരു കമ്പനി തന്നെയാണ്. ഒരു ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട് നൽകുന്നുണ്ട്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ ബുക്ക് വാല്യൂവിനെക്കാളും 12 ഇരട്ടി ആണ് ഇപ്പോഴത്തെ ട്രേഡിംഗ് വാല്യൂ. ഇതിന്റെ ബുക്ക് വാല്യൂ 21 രൂപയാണ്. അപ്പോൾ അതിനേക്കാളും ഒരു 12 ഇരട്ടി ആണ് ഇപ്പം ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ കോൺഷ്യസ് ആകേണ്ട ഒരു കാര്യമുണ്ട്. ക്വാർട്ടർലി റിസൾട്ടുകളാണെങ്കിലും നെറ്റ് പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ സെയിൽസ് ഗ്രോത്തും നല്ലപോലെ ഒരു ഗ്രോത്ത് ഉള്ള ഒരു സെയിൽസ് ആണ്.
സെയിൽസ് ഗ്രോത്തും നല്ലപോലെ ഉണ്ട്. അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റും എല്ലാം ഒരുമാതിരി നല്ല ഒരു ഗ്രോത്ത് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പം നമുക്ക് തീർച്ചയായും ഈ ഒരു സ്റ്റോക്ക് വാച്ച് ലിസ്റ്റിൽ പെടുത്താം. ഒരു ഡൗൺ മൂവ്മെന്റ് വരുമ്പോൾ നമുക്ക് പർച്ചേസ് ചെയ്യാനും നമുക്ക് നോക്കാം. ഈ കാസ്ട്രോൾ ഇന്ത്യയോടൊപ്പം തന്നെ നമുക്ക് പരിഗണിക്കാവുന്ന മറ്റൊരു സ്റ്റോക്ക് തന്നെയാണ് ഇതിന്റെ ഒരു പിയർ കമ്പനികൾ തന്നെയായ ജി പി പെട്രോളിയം എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക്. ഇത് നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിലും ഒരു അപ് ട്രെൻഡുകളും നടക്കുന്നുണ്ട്. ഒരു ദിവസം തന്നെ നല്ലൊരു 4% 3 രൂപയോളം കയറിയിട്ടുണ്ട്. ഒരാഴ്ചത്തെ നോക്കുകയാണെങ്കിൽ ഒരു 14-15% റിട്ടേൺ, അത് 10 രൂപയോളം റിട്ടേൺ ഉണ്ട്. ഒരു മാസവും 18% റിട്ടേൺ. ഒരു വർഷമാണെങ്കിൽ 102% റിട്ടേൺ നൽകിയിരിക്കുന്ന ഒരു സ്റ്റോക്കാണ് ജി പി പെട്രോളിയം. ജി പി പെട്രോളിയത്തെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും ഇതിന്റെ വളരെ ചെറിയൊരു മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആണ്. 359 കോടി മാത്രമുള്ള ഇൻഡസ്ട്രി പി 51, ഈ സ്റ്റോക്കിന്റെ പി 12 അല്ലെങ്കിൽ 13%. ROE വെറും 9% മാത്രമാണ്. ഇതിന്റെ പ്രോഫിറ്റിലും റവന്യൂവിലും ഒക്കെ ഒരു ഗ്രോത്ത് ഉണ്ടെങ്കിലും ഇതിന്റെ മറ്റു കാര്യങ്ങളിലോട്ട് കിടക്കുമ്പോൾ പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് ഒക്കെ നോക്കുമ്പോൾ തന്നെ പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് 63% ഉണ്ടായിരുന്നത് ഈ ഒരു ജൂൺ ക്വാർട്ടറിലാണ് ഒരു 10%-10%-ഓളം പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് കുറഞ്ഞിട്ടുണ്ട്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ചെറുതായിട്ടുണ്ട്. എന്നാൽ മ്യൂച്വൽ ഫണ്ട് ഹൗസുകളൊന്നും ഇതിലൊരു ഇൻവെസ്റ്റ്മെന്റ് കാണിക്കുന്നില്ല. അപ്പോൾ ജി പി പെട്രോളിയത്തെ കുറിച്ച് നോക്കുകയാണെങ്കിലും നെഗറ്റീവ്സ് ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് വാച്ച് ലിസ്റ്റ് ഉൾപ്പെടുത്താന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതുവരെ പ്രോഫിറ്റുകൾ ഉണ്ടെങ്കിലും ഡിവിഡൻഡ് ഇതുവരെ കൊടുത്തിട്ടില്ല. പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് നമ്മൾ പറഞ്ഞ പോലെ 10%-ഓളം കുറഞ്ഞിട്ടുണ്ട്. സെയിൽസ് ഗ്രോത്ത് വളരെ കുറവാണ്. ഓവറായിട്ടുള്ള സെയിൽസ് ഗ്രോത്ത് ആണ് ഈ ഒരു കമ്പനി നൽകിക്കൊണ്ടിരിക്കുന്നത്. അതായത് ROE കുറവാണെന്ന് നമ്മൾ പറഞ്ഞു. 9% മാത്രമേ ഒരു റിട്ടേൺ നൽകിയിട്ടുള്ളൂ. അപ്പം ഡെറ്റേഴ്സിന്റെ ഡേയ്സ്, അതായത് ഡെറ്റേഴ്സ് റീപേ ചെയ്യുന്ന ദിവസം കൂടിയിട്ടുണ്ട്. അതായത് നമുക്ക് കിട്ടാനുള്ള പൈസ വളരെ താമസിച്ചാണ് കിട്ടുന്നത്. ഓൾമോസ്റ്റ് ഡിപ് ഫ്രീ ആയിട്ടുള്ള ഒരു കമ്പനി തന്നെയാണ്. നമുക്കൊരു ക്വാർട്ടർലി റിസൾട്ടിലൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം ഗ്രോത്ത് ഉണ്ടെങ്കിലും അതിന് കാര്യമായ ഒരു സെയിൽസ് ഗ്രോത്ത് ഇതിനകത്ത് കാണിക്കുന്നില്ല. എങ്കിൽ തന്നെയും നമുക്ക് വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു പെട്രോളിയം അല്ലെങ്കിൽ ലൂബ്രിക്കൻ സെക്ടറിലുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ് ജി പി പെട്രോളിയവും. അപ്പോൾ ഈ ഒരു 2 സ്റ്റോക്ക് നമുക്ക് ഇതിനകത്ത് ഈ ഒരു ഓയിൽ സെഗ്മെന്റിൽ അല്ലെങ്കിൽ ലൂബ്രിക്കൻ സെക്ടറിലോട്ട് നമുക്ക് അനാലിസിസ് നടത്താം. ജസ്റ്റ് ഒന്ന് വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താം.